സൈബർ ആക്രമണം നടത്തുന്നവരുടെ ധാരണ അവര് ലോക പണ്ഡിതന്മാരാണെന്ന് ആണ് അവരുടെ ധാരണ. അതിപ്പോ ജനപ്രതിനിധിയാവുന്നവരെല്ലാരും പിന്നെ ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും ഹിന്ദിയിലും അതിലൊക്കെ തന്നെ PhD എടുത്ത് നല്ല ഫ്ലുവൻ്റായി സംസാരിക്കുന്ന ആളാവണമെന്ന് നിർബന്ധം ഒരിടത്ത് പറയുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ ഉള്ളവർ കുറെ ആൾക്കാരുണ്ട്. അവരാണ് പിന്നെ സൈബർ ആക്രമണം നേരമ്പളത്തെ വൈകുന്നേരം വരെ കുത്തിയിരുന്ന് വേറെ ഒരു പണിയില്ലാതെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇത് ഇപ്പൊ ഒരു പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വന്നല്ലോ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM-ന് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് UDF സർക്കാർ ആയിരിക്കും എന്നതായിരുന്നു നിലവിൽ പൊതുവെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിശ്വാസം. പക്ഷേ ഇപ്പോൾ കളി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. UDF-നെ ഭയക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് BJP-യുടെ വളർച്ച CPM-ന് ഏറ്റവും വലിയ തകർച്ചയ്ക്ക് കാരണമായി മാറും എന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ഫലപ്രഖ്യാപനം അത് ഒരു സൂചന മാത്രമായി മാറുകയാണ്. ഇനി അങ്ങോട്ട് UDF-നേക്കാൾ ഉപരി ഈ പറയുന്ന BJP-യുടെ വളർച്ചയാണ് ഭയക്കേണ്ടുന്നത് എന്നുള്ള സൂചനയാണ് CPM-നെ സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്ന ഈ ഒരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം. നിലവിലത്തെ സാഹചര്യത്തിൽ 40 വർഷത്തോളം സ്വന്തം കോട്ടയായി കരുതിയിരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാന നഗരത്തിലെ പ്രധാനപ്പെട്ട കോർപ്പറേഷൻ BJP പിടിച്ചടക്കി കഴിഞ്ഞു. ഇനി മുന്നോട്ടേക്കുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിലെങ്കിലും ഉന്നത വിജയം കരസ്ഥമാക്കുക എന്നുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് CPM-ന് മുന്നിലുള്ളത്. പക്ഷേ അധികാരമേറ്റ് മിനിറ്റുകൾക്കുള്ളിൽ VV രാജേഷ് മേയർ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ, നടപടികൾ അതെല്ലാം CPM-ന് തലക്കിട്ടടിക്കുന്ന ഒരു കൊട്ടുപോലെയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിലവിൽ VV രാജേഷ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, നടപടികൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം കൃത്യമായിട്ടുള്ളൊരു നേതാവിൻ്റെ തീരുമാനങ്ങളാണ് എന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് കൊടുത്തൊരു ബൈറ്റ് അതും വൈറലായി എന്നുള്ളതാണ്. അതായത് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന്, ഒരു നാഷണൽ ലെവൽ മാധ്യമത്തിന് നൽകിയിട്ടുള്ള പ്രതികരണമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഇതുവരെ ഉണ്ടായിട്ടുള്ള CPM നേതാക്കന്മാരുടെ ഈ ഇംഗ്ലീഷ് മാധ്യമങ്ങളോടുള്ള സംസാരം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന രീതിയും മേയറായിട്ട് അധികാരമേറ്റ VV രാജേഷിനുള്ള ഇംഗ്ലീഷിലെ പാണ്ഡിത്യവും ഒക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് പരസ്പരം എന്താണ് പറയുന്നത്, ഒരു ട്രോളിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് വലിയ രീതിയിൽ ഒരു തിരിച്ചടിയായി മാറുകയാണ്. ഏറ്റവും വലിയ ആക്ഷേപങ്ങളും കളിയാക്കലിലുമാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ CPM-ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വെല്ലുവിളി മാത്രമല്ല, വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തിന്റെ കാര്യത്തിൽ പോലും ഇപ്പോൾ CPM-ന് BJP-യിലെ പ്രവർത്തകർ ഒരു വെല്ലുവിളിയായി മാറുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു പരിഹാസ വാർത്തകൾ, അതിനുള്ള മറുപടിയുമായിട്ട് റഹീമും വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള V ശിവൻകുട്ടിയും ഒക്കെ രംഗത്തെത്തുന്നു. ഇന്ന് ഇപ്പോൾ V ശിവൻകുട്ടി മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ തോന്നിവാസമാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ മറുപടി പറയാൻ വേണ്ടി പോയാൽ അതിനുള്ള സമയം ഉണ്ടാവും. ഈ സൈബർ ആക്രമണം നടത്തുന്നവരുടെ ധാരണ അവര് ലോക പണ്ഡിതന്മാരാണെന്ന് ആണ് അവരുടെ ധാരണ. അപ്പൊ അതിനെ സംബന്ധിച്ചൊന്നും നമ്മൾ ഗൗനിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇംഗ്ലീഷ് അധ്യാപകനൊന്നും അല്ല റഹീമിന് അറിയാവുന്നുള്ള ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കാര്യങ്ങൾ. നമ്മളെല്ലാ ലാംഗ്വേജും അങ്ങനെയാണല്ലോ. അല്ലാതെ ഇപ്പൊ ജനപ്രതിനിധി ആവുന്നവരെല്ലാരും പിന്നെ ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും ഹിന്ദിയിലും അതിലൊക്കെ തന്നെ PhD എടുത്ത് നല്ല ഫ്ലുവൻ്റായി സംസാരിക്കുന്ന ആളാവണമെന്ന് നിർബന്ധം ഒരിടത്ത് പറയുന്നില്ലല്ലോ. ഇതെല്ലാം ഈ സൈബർ ആക്രമണം നടത്തുന്നവരുടെ എന്ന് പറയാൻ ഒരു മര്യാദകേടും അസൂയയും കുശുമ്പും ഒക്കെ തെളിയിക്കുന്ന കാര്യമാണിത്. അയാളോടെ പോയല്ലോ, അവിടെ നടന്നിട്ടുള്ള സംഭവം കാണാൻ വേണ്ടി അയാളോടെ പോയല്ലോ. ആയിരങ്ങളെ കുടിയൊഴിപ്പിച്ച ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതികരിക്കാനാണ് അയാൾ പോയത്. അല്ലാതെ ഇംഗ്ലീഷിന്റെ ഗ്രാമറിന്റെ പരീക്ഷ എഴുതാൻ വേണ്ടി പോയതല്ല. ഇംഗ്ലീഷ് വ്യാകരണത്തിൽ ഒരു തെറ്റ് ആയിപ്പോയിട്ട് ഒരു ജനപ്രതിനിധിയുടെ കാര്യശേഷി തെളിയിക്കുന്ന വാക്കുകളിലെ എല്ലാ അലങ്കാരത്തിലല്ലോ, പ്രവൃത്തിയിലല്ലേ.
അതിന് MP എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളവരെ മാത്രം പരിശോധിച്ചാൽ മതി. ഇത് കുറെ ആൾക്കാർക്ക് മാത്രം മലയാള പണ്ഡിതന്മാരും ഇംഗ്ലീഷ് പണ്ഡിതന്മാരും സയൻസ് പണ്ഡിതന്മാരും രാഷ്ട്രീയ പണ്ഡിതന്മാരും പിന്നെ മാതൃകാ കുടുംബം നയിക്കുന്നവര്, സ്ത്രീകളുടെ മുഖത്ത് നോക്കാത്തവര്, പുരുഷന്മാരുടെ പിന്നെ മുഖത്ത് നോക്കാത്തവര്, ഇങ്ങനെയൊക്കെ ഉള്ളവർ കുറെ ആൾക്കാരുണ്ട്. അവരാണ് പിന്നെ സൈബർ ആക്രമണം നേരം വെളുത്ത വൈകുന്നേരം വരെ കുത്തിയിരുന്ന് വേറെ ഒരു പണിയില്ലാതെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇത് ഇപ്പൊ പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വന്നല്ലോ. പിന്നെ പോറ്റിയായിട്ട് അടുത്ത് നിന്ന് പോറ്റിയെ തൊട്ടെന്നോ തൊടാതെ പോയെന്നോ പറഞ്ഞു. സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ KPCCയുടെ മെമ്പറാണല്ലോ പോലീസ് കേസെടുത്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞാനെന്ന് ഒട്ടും മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പൊ അന്ന് പിന്നെ പറഞ്ഞവരെല്ലാം അങ്ങനെ അല്ലല്ലോ അതിന് പിന്നെ എന്നുള്ള അഭിപ്രായം പറഞ്ഞു. അതിന് ഞാൻ മൈൻഡ് ചെയ്തു. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിക്കും. അത് ചിലപ്പോൾ ശരിയുണ്ടാവും, തെറ്റുണ്ടാവും. പക്ഷെ വൃത്തിയുടെ അഴിമതി കാണിക്കാൻ പോകുന്നില്ലെന്നുള്ളതിന് ഉറപ്പ്. അത് ഉറപ്പായിട്ട് പറയാം. അത് ഈ സൈബർ ആക്രമണം എന്നല്ലേ പറഞ്ഞത്. ഈ സൈബർ അക്രമികൾ പറയട്ടെ, പിന്നെ ഇവരെല്ലാം പിന്നെ പൊതുപ്രവർത്തനം നടത്താൻ പറ്റാത്തവരാണ്. പിന്നെ പ്രശ്നങ്ങളുണ്ട്, അഴിമതി ഉണ്ട് എന്താന്ന് പറയട്ടെ. അത് നമുക്ക് ചർച്ച ചെയ്യും. മറ്റത് മുമ്പ് EMS കളിയാക്കുന്നത് അത്ര ദുഷ്ടന്മാരാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നൊരു എന്തായാലും ഇംഗ്ലീഷ് ഭാഷാ ഉപയോഗത്തിലെ പരിമിതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായിട്ടുള്ള പരിഹാസങ്ങൾക്കാണ് ഇപ്പോൾ DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടുള്ള A റഹീം MP ഇരയാവേണ്ടി വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ട്രോളുന്നവരോട് പിണക്കം ഒന്നും തന്നെ ഇല്ല എന്നും ഭാഷ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയാണ് താൻ ചെയ്യുന്നത് എന്നുമാണ് ഈ വിഷയത്തിൽ ആദ്യം ഇത്തരം ട്രോളുകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ A റഹീം MP നൽകിയിട്ടുള്ള പ്രതികരണം. ഇതാദ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾ ഇംഗ്ലീഷ് ഭാഷാ പ്രയോഗത്തിലൂടെ റഹീം ട്രോളുകൾക്ക് ഇരയാകുന്നതും നിരവധി തവണയാണ് എന്നും ഇപ്പോൾ ചിലർ പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും പാർലമെന്റിനകത്തും പുറത്തുമുള്ള റഹീമിന്റെ ഇംഗ്ലീഷ് ഭാഷാ പ്രയോഗങ്ങൾ എതിരാളികൾ ആയുധമാക്കി തുടങ്ങുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടക്കം നടക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ CPM-ന് എല്ലാ തരത്തിലും വെല്ലുവിളികൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരു യലങ്കഹയിൽ വീട് നഷ്ടപ്പെട്ടവരെ സന്ദർശിക്കാൻ പോയ സമയത്താണ് അവിടെ ദേശീയ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇദ്ദേഹം എത്തുന്നത്. അവിടെ നടത്തിയിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോഴത്തെ ഈ ട്രോൾ വിഷയത്തിന്റെ ഒക്കെ പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ട്രോളുകൾ നിരന്തരമായി വരുമ്പോൾ, സൈബർ ആക്രമണം അടക്കം വരുമ്പോൾ ഇതിനൊരു വിശദീകരണവുമായിട്ട് രാജ്യസഭാംഗവും DYFI അഖിലേന്ത്യാ പ്രസിഡന്റുമായിട്ടുള്ള A റഹീം തന്നെ രംഗത്തേക്ക് വരികയും ചെയ്തു. അദ്ദേഹം പറയുന്നത്, എനിക്ക് ഭാഷാപരമായിട്ടുള്ള പരിമിതികളുണ്ട്, പക്ഷേ മനുഷ്യരുടെ സങ്കടങ്ങൾക്ക് ഒരു ഭാഷയേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ്. ഭരണകൂട ഭീകരതയുടെ നേർക്കാഴ്ചയെ തേടിയാണ് താൻ ഇവിടേക്ക് ചെന്നത് എന്നും റഹീം പറയുകയുണ്ടായി. എൻ്റെ ഇംഗ്ലീഷിനെ ട്രോളുന്നവരോട് എന്ന തലക്കെട്ടിൽ അദ്ദേഹം ഫേസ്ബുക്കിലൂടെയാണ് ഇത്തരമൊരു പ്രതികരണം കുറിപ്പായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ശബ്ദമില്ലാത്ത എല്ലാം നഷ്ടപ്പെട്ട 1000-ഓളം ദുർബലരായിട്ടുള്ള ഇരകളെയാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചതെന്നും ആ യാത്രയെക്കുറിച്ച് ഇപ്പോഴും തികഞ്ഞ അഭിമാനമേ ഉള്ളൂ എന്നുമാണ് അദ്ദേഹം എഴുതുന്നത്. അവരുടെ ശബ്ദം ഇന്ന് എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കുന്നുണ്ട്. ആരും കാണാതെ അവസാനിക്കുമായിരുന്ന കാഴ്ചകൾ ഇന്ന് ലോകം തന്നെ കാണുന്നുമുണ്ട്. പുനരധിവാസത്തെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ സംസാരിക്കാൻ നിർബന്ധിതരാക്കപ്പെടുകയാണ്. എൻ്റെ ഇംഗ്ലീഷിലെ വ്യാകരണം തിരയുന്നവരോട് ഒരു വെറുപ്പും തന്നെ തനിക്കില്ല. എൻ്റെ ഭാഷ ഞാൻ തീർച്ചയായും ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നാണ് റഹീം പറയുന്നത്. പക്ഷേ തെറ്റുമില്ലാതെ വിവിധ ഭാഷകളിൽ കൈകാര്യം ചെയ്യുന്ന നിരവധി പേർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ. അവരെ ആരെയെങ്കിലും ഇവിടെയൊന്നും കണ്ടില്ലല്ലോ. ബുൾഡോസറുകൾ ജീവിതം തകർത്ത ദുർബലരുടെ അരികിൽ ഒരിടത്തും കണ്ടില്ലല്ലോ. എൻ്റെ ഭാഷയിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ സർക്കാർ പറഞ്ഞയച്ച ബുൾഡോസറുകൾ തകർത്ത
വീടുകളും അതിലെ സാധുക്കളായിട്ടുള്ള കുറെ ഇന്ത്യക്കാരെയും നിങ്ങൾ കാണാതെ പോകരുത് എന്നാണ് റഹീം പറയുന്നത്. തന്റെ ഭാഷയെ ട്രോളുന്ന തിരക്കിൽ ആ ദുർബലരായിട്ടുള്ള മനുഷ്യരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ രക്ഷപ്പെടാൻ ശ്രമിക്കരുതെന്നും ഇനിയും ശബ്ദമില്ലാത്തവരെ തേടിപ്പോകും, ഒറ്റപ്പെട്ടവരെ ചേർത്ത് പിടിക്കുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. അതേസമയം ഈ റഹീമിനെ ഇംഗ്ലീഷ് ഭാഷയുടെ പേരിൽ സൈബർ ആക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ പരോക്ഷമായിട്ടുള്ള ഒരു വിമർശനം വി ശിവൻകുട്ടി നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു വി ശിവൻകുട്ടി ഫേസ്ബുക്കിലൂടെ ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. ബാബറി മസ്ജിദ് ആക്രമണം നടക്കുന്ന സമയത്ത് 17 ഭാഷകൾ അറിയാവുന്ന അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു ഒരു ഭാഷയിലും അരുതെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. 1992 ഡിസംബർ 6-ന് 17 ഭാഷകൾ അറിയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ഭാഷയിലും അരുത് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം കോൺഗ്രസുകാരനായിരുന്നു. ഇതായിരുന്നു ശിവൻകുട്ടിയുടെ കുറിപ്പ്. എന്തായാലും ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഭാഷ ഒരു വെല്ലുവിളിയാകുമോ എന്നുള്ളത് തന്നെയാണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.